ചൊവ്വാഴ്ച ഗാസ മുനമ്പിൽ നിന്നുള്ള റോക്കറ്റ് തീയിൽ തെക്കൻ നഗരമായ അഷ്കലോണയിൽ 5 ഇസ്രയേലികൾക്ക് പരിക്കേൽക്കുകയും ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി റിപ്പോർട്ട്. 60 വയസ്സ് പ്രായമുള്ള 2 സ്ത്രീകൾക്ക് ചെറിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും 3 പേർക്ക് പരിക്കുകൾക്ക് ചികിത്സ ലഭിച്ചതായും റിപ്പോർട്ട്. ആർമി റേഡിയോ പറയുന്നതനുസരിച്ച് ഗാസ മുനമ്പിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റ് അഷ്കലോണിലെ ഒരു കെട്ടിടത്തെ നേരിട്ടിടിച്ചു. ഗാസ മുനമ്പിന് സമീപമുള്ള പല ഇസ്രയേലി പട്ടണങ്ങളിലും സൈറണുകൾ മുഴങ്ങി. പലസ്തീൻ ഗ്രൂപ്പായ ഹമാസുമായുള്ള ഒരാഴ്ചത്തെ മാനുഷിക വിരാമത്തിന് ശേഷം വെള്ളിയാഴ്ച ഇസ്രയേൽ ഗാസ മുനമ്പിൽ വ്യോമകര ആക്രമണം പുനരാരംഭിച്ചു. ഹമാസ് ഭീകരർക്കെതിരെ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ സൈന്യവും രംഗത്തെത്തി. സ്ട്രിപ്പിൽ നിന്നും കൂടുതൽ ഒഴിപ്പിക്കലിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഗാസയിലെ ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയത്. അതിനിടെ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആക്രമണത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അമേരിക്ക വിസ നിരോധനം ഏർപ്പെടുത്താൻ തുടങ്ങിയതായി വാഷിംഗ്ടൺ അധികൃതരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുമുണ്ട്. നേരത്തെ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ദീർഘകാലമായ വെടിനിർത്തലിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് ഖത്തർ ഭരണാധികാരി ആരോപിച്ചതോടെ മറ്റൊരു താൽക്കാലിക ഉടമ്പടിയുടെ പ്രതീക്ഷകൾ മങ്ങിയിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇതുവരെ 15,000-ത്തിലധികം പലസ്തീനികൾ മരിച്ചു. അതേസമയം ഗാസയിലെ 2.3 ദശലക്ഷം നിവാസികളിൽ 4-3 പേരും പലായനം ചെയ്യപ്പെട്ടു. 5 ആഴ്ച മുമ്പാണ് ഹമാസ് ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചത്. രാജ്യം പറയുന്നതനുസരിച്ച് യുദ്ധവിമാനങ്ങളുടെ പിന്തുണയോടെ അവരുടെ സൈന്യം ചൊവ്വാഴ്ച തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിന്റെ ഹൃദയഭാഗത്തെത്തി. ഹമാസിന്റെ സായുധ ഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് പോരാളികൾ ഇസ്രയേലുകളുമായി അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച 8 ഇസ്രയേൽ സൈനികരെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതായും 24 സൈനിക വാഹനങ്ങൾ നശിപ്പിച്ചതായും ഹമാസിന്റെ സായുധ വിഭാഗം അറിയിച്ചു. ഒരു ഇസ്രയേലി സൈനിക വെബ്സൈറ്റിൽ ചൊവ്വാഴ്ച 2 സൈനികരുടെ മരണങ്ങളും ഗ്രൗണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം 83 മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാൻ യൂനീസിന് വടക്കുള്ള ദേർ അൽബാലയിലെ വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറഞ്ഞു. 45 പേർ കൊല്ലപ്പെട്ടതായി ഷുഹാദ അൽ അഖസ ആശുപത്രി മേധാവ് ഡോക്ടർ ഇയാദ് അൽ ജാബ്രി പറഞ്ഞു. ഒരു അപൂർവ പ്രസ്താവനയെ ബുധനാഴ്ച ആക്രമണം നടത്തുന്നതിനിടെ ഒരു ലെബനീസ് സൈനികനെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേൽ പ്രതിരോധ സേന ഖേദം പ്രകടിപ്പിച്ചു. അതിർത്തിയിലെ ഒരു ഹിസ്ബുള്ള ലോൺഷാൻ നിരീക്ഷണ പോസ്റ്റിൽ ഒരു ഭീഷണി നിർവീര്യമാക്കാൻ ഇസ്രയേൽ സേന പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയിലാകെ ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തുണ്ട്. ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രയേൽ തുടച്ചു നീക്കപ്പെടുമെന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് തലവൻ മേജർ ജനറൽ ഹുസൈൻ സലാമി മുന്നറിയിപ്പ് നൽകിയത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ 10 മടങ്ങ് ശക്തിയുള്ള ആക്രമണം നടത്തും. 48 മണിക്കൂർ കൊണ്ട് ഇസ്രയേൽ തകർന്നടിയുമെന്നും ഹുസൈൻ സലൈമാനി പറഞ്ഞു. അതേസമയം തെക്കൻ ഗാസയിൽ ഖാൻ യൂനീസിന് മുന്നേറ്റം തുടർന്ന ഇസ്രയേൽ കൂടുതൽ മേഖലകളിൽ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. ഹമാസിന്റെ ഷാദി ബറ്റാലിയൻ കമാൻഡർ ഹൈഥം ഖുവാചരിയെ വധിച്ചു. വടക്കൻ ഗാസയിലെ അൽ നസർ ആശുപത്രിയിൽ 5 ശിശുക്കളുടെ ജീർണിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് ഹമാസ് പറഞ്ഞു. സംഭവത്തിന്റെ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. നവംബർ 10 ഇസ്രയേൽ സൈന്യം ആശുപത്രിയെ ഒഴിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.